രൂപേഷ് കുമാറാണ്. കുമാർ ടാക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകൾക്കും നിങ്ങൾ തന്നിട്ടുള്ള പ്രോത്സാഹനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അതുപോലെ തന്നെ കടുത്ത വിമർശനങ്ങൾക്കുമൊക്കെ ഞാനിവിടെ നന്ദി പറയുന്നു. ഇന്ന് ഞാനൊരാളെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ ഞങ്ങളുടെ പ്രദേശമായ അടുത്തില എന്ന് പറയുന്ന ദേശത്ത് തട്ടുകട നടത്തി ജീവിക്കുന്ന മുട്ടം പുരുഷു എന്ന വിളിപ്പേരുള്ള പുരുഷുവേട്ടനെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. കേരളത്തിൻ്റെ ഫോക്ലോർ അക്കാദമി അവാർഡുകളടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരാളാണ് പുരുഷുവേട്ടൻ. കഴിഞ്ഞ 40 വർഷമായിട്ട് ഗാനമേള വേദിയിൽ പാട്ടുപാടുന്ന അതുപോലെ തന്നെ ഗാനമേള ട്രൂപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ കൂടിയാണ്. കേരളത്തിന് പുറത്തും അതുപോലെ ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഗാനമേള വേദികളിൽ പാട്ടുപാടിയിട്ടുള്ള ഒരാളാണ് മുട്ടം പുരുഷുവേട്ടൻ. അതുപോലെ ഈ കാലം അത്രയും ഗാനമേള എന്ന കലാരംഗത്ത് നടക്കുന്ന ചലനങ്ങൾ, അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലെയും മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ടെക്നിക്കലായിട്ടുള്ള മാറ്റങ്ങളടക്കം സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹവുമായിട്ട് എനിക്ക് ഒരു അഭിമുഖം നടത്താനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. ഇതിനു മുന്നേ മാധ്യമം ആഴ്ചപ്പതിപ്പിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം ഓരോ കാലഘട്ടത്തിലും ഈ കലാരംഗത്തുണ്ടാവുന്ന ഓരോരോ മാറ്റങ്ങൾ, അതുപോലെ തന്നെ പൊതുസമൂഹം ഇതിനോട് പ്രതികരിക്കുന്ന ഇതിൻ്റെ രീതിയുടെ മാറ്റങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ആ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നു. ഇന്നലെ അദ്ദേഹത്തിന് വളരെ അവിചാരിതമായിട്ട് ഞാൻ കണ്ടുമുട്ടിയപ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്താൽ എന്താണ് എന്ന് അദ്ദേഹത്തിനോട് ഞാൻ വെറുതെ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം വളരെയധികം സന്തോഷത്തോടു കൂടെ അതിന് അനുവദിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത് ഈ കാലം അത്രയും അദ്ദേഹത്തിൻ്റെ ഗാനമേള പാട്ടുപാടി മുന്നോട്ട് പോയിട്ടുള്ള ഈ കാലഘട്ടം അത്രയും ഏതൊക്കെ സിനിമാ പാട്ടുകളാണ് ഏറ്റവും അധികം മനുഷ്യന്മാരെ ത്രസിപ്പിച്ചത് അല്ലെങ്കിൽ കോരിത്തരിപ്പിച്ചത് എന്ന് അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ എന്നാണ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത്. അങ്ങനെ അദ്ദേഹം ഓരോ കാലഘട്ടത്തിലെയും പ്രധാനപ്പെട്ട പാട്ടുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആടിത്തിമർത്ത പാട്ടുകളെ കുറിച്ചിട്ട് അദ്ദേഹം ഈ വീഡിയോയിൽ സംസാരിക്കുകയാണ്. ഒരു കാലഘട്ടത്തെ ജനങ്ങളെ ഇളക്കി മറിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച പാട്ടുകളൊന്നാണ് മലയാള സോങ് എന്ന് നൽകുക. അങ്ങനെ ഒരുപാട് പാട്ട്. ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു, കളിയായി ഞാൻ ചിരിയായി ഞാൻ പറഞ്ഞാലും അതു നീ, പാലപ്പൂഞ്ചൂട്ടിൽ ജലദേവതെ അറിയാതെ നീ കരഞ്ഞില്ലേ അതിനായി ഞാനോ നോവുന്നു. ഇത്തരം പാട്ടുകളാണ് അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളെ ഇളക്കി മറിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പാട്ട് മലയാളം സോങ്. അതോടൊപ്പം തന്നെ തമിഴിലേക്ക് പോകുമ്പോൾ അന്നത്തെ യേശുദാസ് പാടിയ തണ്ണി തൊട്ടി തേടി വന്ന കന്ന് കുട്ടി ഞാൻ തണ്ണി തൊട്ടി തേടി വന്ന അങ്ങനെയുള്ള പാട്ട്. അതുപോലെ തന്നെ SP സാറ് പാടിയ പാട്ടുകൾ ഉന്നത്താനെ ഉന്നത്താനെ അങ്ങനെയുള്ള പാട്ടുകൾ പിന്നെ സാധാരണ സ്റ്റേജിൽ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ ജനങ്ങൾ ഇളകാൻ തുടങ്ങും. ഫെയർ ആൻഡ് ലവ്ലിയെ ഗുണ്ടും മല്ലിയെ ലവ്ലി സൊല്ലടി ബേബി ബേബി ഫെയർ ആൻഡ് ലവ്ലി, അത്തരം പാട്ടുകൾ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ജനങ്ങൾ ഇളകാൻ തുടങ്ങും. അപ്പം ഇങ്ങനെ ഇളകുമ്പോൾ ജനങ്ങൾ പ്രത്യേകിച്ച് യൂത്ത് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ആട്ടി തിമിർക്കുമ്പോൾ പല വേദികളിൽ നിന്നും പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. മറക്കാൻ കഴിയാത്ത 1-2 അനുഭവങ്ങൾ. കണ്ണൂർ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കൊറ്റാളിക്കാവ് ഞാൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഗാനമേള ഉണ്ടെന്ന്, ഒരു 6ഓളം ഗാനമേള ഉണ്ടെന്ന്. ഒരു 3ാമത്തെ ദിവസം വന്നിട്ടാണ് എനിക്ക് പ്രോഗ്രാം. ഞങ്ങൾ പിന്നെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നത്തെ ഫാസ്റ്റ് നമ്പർ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജനങ്ങൾ പിന്നെ നിയന്ത്രണം വിടുന്നു. അതായത് ഡാൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിയന്ത്രണം വിട്ടുകൊണ്ടിരിക്കുന്ന സംഭവിക്കുന്നുണ്ട്. ഇടത് വശത്തൊരു മതിലുണ്ട്. ഈ മതിൽ അങ്ങനെ പൊരിഞ്ഞ് വീണ് അടിയായി. പിന്നെ ഭയങ്കര പ്രശ്നം. ഞാൻ സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോൾ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഈ ഡാൻസ് ചെയ്യുന്നതിനനുസരിച്ച് പാടുന്നതിനനുസരിച്ച് ആൾ ഡാൻസിനനുസരിച്ച് തന്നെ അടിയും കൂടുന്നുണ്ട്. അപ്പം പോലീസിൽ ആരോ വിവരം അറിയിക്കുന്നു. പോലീസ് വന്നു എന്നോട്. പോലീസ് ഉപയോഗിച്ച ഭാഷ പറയാൻ പ്രയാസമുണ്ട്. നിർത്തടാന്ന് പറഞ്ഞു എന്നോട്. ഈ നിർത്തടാന്ന് പറയുമ്പോൾ സ്വാഭാവികത സാറേ പിന്നെ അന്നിങ്ങനെ വലിയ സ്ട്രിക്റ്റ് ഒന്നും ഇല്ല. പക്ഷേ ഞാൻ സാറേ ഈ 2 പാട്ടേ കൊണ്ട് 2 പാട്ട് പൂർത്തിയായിക്കോട്ടെ. ഇല്ല നടക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞ്, നീ കേട്ടാൽ മതി. ഞാൻ പരിപാടി നിർത്തേണ്ടി വന്നപ്പോൾ ജനങ്ങൾ പോലീസ് ഗോബയ്ക്ക് വിളിക്കുന്നു, ഞങ്ങൾക്ക് സിന്ദാബാദ് വിളിക്കുന്നു. ആരോ ഒരാൾ കോഴിച്ചടക്കം ചെറിയ പടക്കം പോലീസുകാരുടെ ഇടയിലേക്ക് അങ്ങനെ കത്തിച്ചിട്ടെടുത്തു. അത് പൊട്ടാൻ തുടങ്ങി. പോലീസുകാരാകെ വയലുണ്ടായി. ഉടൻ തന്നെ സാറ് പിന്നെ അന്നത്തെ ദ്രുതകർമ്മ സേന തുടങ്ങിയ പിന്നെ KAP 4th ബറ്റാലിയൻ്റെ പോലീസുകാർ അങ്ങനെ ഒരു 3 വണ്ടി പോലീസുകാർ കൊറ്റാളിക്കാവിലേക്ക് വരുന്നു.
ഈ 3 വണ്ടി പോലീസായി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജനങ്ങൾ മുഴുവൻ അങ്ങ് പോയി. ഒരു കുട്ടി പോലും ഗ്രൗണ്ടിലില്ല. ഞങ്ങൾ മാത്രം, അതായത് ഓർക്കസ്ട്രക്കാരെന്ന നിലയിൽ ഞങ്ങൾ സൗണ്ടുകാർ മാത്രമേ ഉള്ളൂ. അതിനോടൊന്ന് ഒറ്റ ഒരു സാധനം എടുക്കാൻ പാടില്ല, മൊത്തം സ്റ്റേഷനിലേക്ക് എത്തിക്കണം എന്ന്. സിസ്റ്റം കംപ്ലീറ്റ് എത്തിക്കണം, നിങ്ങളെല്ലാവരും സ്റ്റേഷനിലേക്ക് വരണം, കേസാണെന്ന്. ഞങ്ങൾ സാർ എന്താ അപ്പോൾ നിങ്ങളാണ് ഇവിടെ അടിയുണ്ടാക്കി സാർ? ഞങ്ങളൊന്നും അല്ല സാർ, പാട്ട് പാടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഞങ്ങൾക്കറിയില്ലല്ലോ സാർ. ഇതൊന്നും നീ എന്നോട് പറയണ്ട, നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഞങ്ങൾ മുഴുവൻ ആർട്ടിസ്റ്റിനെയും സൗണ്ട് സിസ്റ്റം അങ്ങനെ കൊണ്ടുപോയി സ്റ്റേഷനിലേക്ക്. ഏതാണ്ട് 12 മണിയോളം ആയി സമയം. ഞങ്ങൾ ഉറക്കമൊഴിഞ്ഞ് നിൽക്കുകയാണ്. രാവിലെ ഏതാണ്ട് 2 മണി വരെ ഇവിടെ ഉറങ്ങാൻ വിടാതെ ഞങ്ങൾ സ്റ്റേഷനിൽ പിടിച്ചിരുത്തി. പിറ്റേന്ന് ഞങ്ങൾക്ക് പ്രോഗ്രാമുണ്ട്, തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിൽ പ്രോഗ്രാമുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞു സാറേ ലേശം ഉറങ്ങണം, കാരണം എനിക്ക് പിറ്റേന്ന് പ്രോഗ്രാം ഉള്ളതാണ്, ഞങ്ങൾക്ക് ഒന്നും നടക്കില്ല. ഈ അങ്ങനെ ഒരു ദുരനുഭവം, ഞാൻ ആ അനുഭവം വിവരിക്കാൻ പറ്റില്ല. അങ്ങനെ വളരെ മോശപ്പെട്ട അനുഭവം, ചെയ്യാത്ത തെറ്റിന് ഒരു എന്താ പറയുക, ഒരു പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, അന്ന് പിറ്റേന്ന് അയാൾ പോലീസുകാരൻ കണ്ണൂർ ടൗൺ സ്റ്റേഷൻ SI, അന്നത്തെ SI ഞങ്ങൾക്ക് സിസ്റ്റം തന്നില്ല, അന്ന് തന്നില്ല. അങ്ങനെ ഞങ്ങളുടെ സിസ്റ്റം കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ്. ആ സിസ്റ്റം കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് നിന്ന് അതായത് കയ്യിൽ നിന്ന് അധികം പണം കൊടുത്ത് ദൂര സ്ഥലത്ത് നിന്ന്, അതായത് കോഴിക്കോട് പോലെ സ്ഥലത്ത് ഞാൻ സിസ്റ്റം വലിക്കേണ്ടി വന്നു. അങ്ങനെ സിസ്റ്റം വലിച്ച് പ്രോഗ്രാം ചെയ്തു. ഞങ്ങളുടെ സിസ്റ്റം പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും തന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു ഗാനമേളയിലെ ഒരു ദുരനുഭവം. അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ട്. അതിലൊന്ന് അതുപോലെ ഇപ്പോൾ കലാഭവമണി, കണ്ണൂർ ജില്ലാ കലാഭവമണിയെ ഞങ്ങളാണ് കലാഭവൻ ഇറങ്ങുന്നത്, പറശ്ശിനി കടവ്. അത് അദ്ദേഹത്തിൻ്റെ ഓളെന്ന് പറയുന്നത് ഒരു 5ാമത്തെ പാട്ടിനാണ് അദ്ദേഹത്തിൻ്റെ എൻട്രി. അങ്ങനെയാണ് ഫിക്സ്. 5ാമത്തെ പാട്ട്, അതായത് സ്റ്റേജിൽ നിന്ന് ആർട്ടിസ്റ്റ് പാടുന്ന 5ാമത്തെ പാട്ടിൻ്റെ ഒരു ഇടയിൽ നിന്നാണ് ഇയാളെ വരവ്. ഈ വരവോടുകൂടി തന്നെ എന്താ സംഭവിക്കുന്നത്? കലാഭവൻ ഒരു സൈഡിൽ നിന്ന് വരുമ്പോൾ ഈ ആർത്തിരക്കുന്ന തിരമാല കണ്ട് ശരിക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്. അയാൾ വരുന്ന സമയത്ത് കലാഭവൻ വേദിയിലേക്ക് വരികയാണെന്ന് പറയുമ്പോൾ ഇയാൾ ഏതെങ്കിലും ഒരു മൂലക്കിന് ഇങ്ങനെ കടന്നു വരിക, ഏതെങ്കിലും ഒരു മൂലക്കിന് ചിലപ്പോൾ തലയെക്കെട്ടലും കെട്ടിട്ട് വരിക. പക്ഷേ ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. കലാഭവമണി ഉണ്ട് എന്ന് അറിയുന്ന സ്പോട്ടിൽ 2 ഭാഗത്തുനിന്നും തിരമാലകൾ ഇങ്ങനെ ആർത്തുലക്കുന്നത് പോലെ ഒരു അനുഭവം നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ രോമം മൊത്തം എഴുന്നേറ്റ് ഇങ്ങനെ അങ്ങനെ അയാൾ സ്റ്റേജിലേക്ക് വന്ന് നിന്നിട്ട് ഒരു ചിരി, അയാൾ അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ ഒരു ചിരിയില്ല, എനിക്ക് ചിരിക്കാൻ കഴിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം, അങ്ങനെ സംഭവമില്ലേ. ആ ചിരിയും ചിരിച്ച് പിന്നെ കുറച്ച് നേരം സംസാരിച്ചിട്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടിലേക്ക് പോകും. പാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിൻ്റെ കൊട്ടയില് നെയ്യുള്ള പിടക്കണ മീനാണേ. ഇത്തരം പാട്ടുകൾ പാടുമ്പോൾ ജനങ്ങൾ മുഴുവൻ ഈ കലാകാരനോടൊപ്പം ചേർന്ന് ആടിയും പാടിയും ചേരുന്ന അനുഭവം ഒരുപാട് വേദികളിൽ നിന്ന് നേരിട്ട് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഫെയർ ആൻഡ് ലവ്ലിയെ പോലത്തെ പാട്ട്, ഇപ്പോൾ ഫെയർ ആൻഡ് ലവ്ലിയെ ഗുണ്ടുമല്ലിയെ ലവ്ലി സൊല്ലടി ബേബി ബേബി ഫെയർ ആൻഡ് ലവ്ലിയെ, അത്തരം പാട്ടുകൾ. അതുപോലെ ഇപ്പോഴത്തെ പുതിയ പാട്ട് രഞ്ജിതമേ തുടങ്ങിയ പാട്ടുകൾ, ഈ പാട്ടെല്ലാം പാടുന്ന സമയത്ത് ജനങ്ങൾ ഇങ്ങനെ ഇളകി ഞങ്ങളോടൊപ്പം ചേരും. പക്ഷെ അതൊരു പോസിറ്റീവാണ്. പക്ഷെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ തുള്ളലാണ് അവസാനം അടിയും കുഴപ്പത്തിലേക്കും പോയി മാറി മറിയുന്നത്. അങ്ങനെ ഒരുപാട് അങ്ങനെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ അറിയാലോ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് കടുവയിൽ ഇവിടെ വന്ന പാലാപ്പള്ളി എന്ന് പറയുന്ന പാട്ട് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ജനങ്ങളോട് ഒന്നേ പറയുള്ളൂ, ഞങ്ങൾ കൂടണേ, എല്ലാവരും കൂടി പാടണേ എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളും കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ആ പാട്ടിന് കോർസ് പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും കുളി നാളാണേ, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും കുളി നാളാണേ, ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ, ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ, ആമോദാവാനോ നാലാള് കൂടുന്നല്ലോ, ആമോദാവാനോ എന്നില്ല പോഷൻ ജനങ്ങൾ മുഴുവൻ ഞങ്ങളോടൊപ്പം ചേർന്ന് പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. ഇപ്പോൾ ഈ സീസണിൽ എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം, അതായത് കലാഭവന്റെ ഓർമ്മകൾ മുന്നിൽ മറ്റേ ആ പാട്ട് അനൗൺസ് ചെയ്തപ്പോൾ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടു, നിങ്ങൾ മൊബൈൽ ഒന്ന് ടോർച്ച് ലൈറ്റ് ഓണാക്കിയിട്ട് ഒന്ന് വീശിത്തരണമെന്ന് പറഞ്ഞു. അമ്മേ സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോൾ ആയിരങ്ങൾ ഈ ഞങ്ങളെ മുമ്പിൽ നിന്നിട്ട് ഈ മൊബൈൽ വേവ് ചെയ്യുന്നത് ഞങ്ങൾക്ക് നേരിട്ട് കാണാം. ഈ വീശുമ്പോൾ ആ മിന്നാമിനിങ്ങ എന്ന് തുടങ്ങുന്ന പാട്ട് അവസാനം അതുപോലെ തന്നെ 2 വരി കൂടി ചേർത്തപ്പോൾ നേരെ പടിഞ്ഞാറ് സൂര്യൻ താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഇത്തറ വാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ, തെല്ലുതെക്ക് പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലുതെക്കെ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ,
ഈ പാട്ട് ആ പാട്ട് ഈ മിന്നാമിനിയും കൂടി ക്ലബ് ചെയ്ത് പാടുമ്പോൾ ഈ ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ ഈ മൊബൈൽ സ്വിച്ച് അതായത് ടോർച്ച് ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഞങ്ങളോടൊപ്പം ഇങ്ങനെ ചേരുന്ന ഒരു വല്ലാത്തൊരു കാഴ്ച ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഈ സീസണിൽ. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം ജാസി ഗിഫ്റ്റിൻ്റെ ലജ്ജാവതി ഒരു കാലത്ത് ജനങ്ങളെ ഇളക്കി മറിച്ചൊരു പാട്ട്. അത് ഗാനമേളക്കാർ 1, 2, 3 തവണയെങ്കിലും പാടിക്കുന്ന അത് സാറേ ഒന്നുകൂടി പാടണം, അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി പാടണം ലജ്ജാവതി. അങ്ങനെ 3 പ്രാവശ്യം ലജ്ജാവതിയെ പാടിച്ചിട്ടുണ്ട്. ഈ 3 പ്രാവശ്യം പിന്നെ അന്നും ഇന്നും അതിനെല്ലാം ഇന്നും ജനങ്ങൾ ഗാനമേളക്ക് പോകുന്നത് പിന്നെ പാടാനും പാടിക്കാനും ആഗ്രഹിക്കും. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, താഴമ്പോ താമരപ്പോ തേനോ തേനിലാവോ. അങ്ങനെയുള്ള ആ പാട്ട് കേൾക്കുമ്പോൾ ജനങ്ങൾ അടക്കും. അത് ഇന്നും ഉണ്ടത്. അതുപോലെ കളമിഴിയിൽ കമലദളം കപിലിണയിൽ ആ പാട്ടില്ലേ നമ്മൾ അതൊക്കെ ഇന്നും അനൗൺസ് ചെയ്യുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, അതായത് വല്ലാതെ ഓളം ഉണ്ടാക്കി ജനങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പാട്ടുകളിൽ പലതിൽ ചിലതാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് എയർമാൻ്റെ ഇപ്പോൾ ഈ അന്നും ഇന്നും പിന്നെ ജീവിക്കുന്ന പാട്ടുകളിലൊന്നാണ്. ഗാനമേള തുടങ്ങിയിട്ട് 10 പാട്ട് കഴിയുമ്പോൾ ആൾ വിളിച്ച് പറയുന്ന ഒരു പാട്ട് മറക്കാൻ കഴിയാത്തത് ഏതാണെന്ന് അറിയാമോ? എന്താ ഏറമൻ്റെ കാതലൻ എന്ന ചിത്രത്തിലെ മുക്കാല അയ്യോ കാതലൻ എന്ന് വെച്ചാൽ അന്ന് കാതൽ അറിയില്ല എത്ര കാലം ഇന്നും ജനമനസ്സിലെ പാട്ട് നിൽക്കുകയാണ്. അത് മുക്കാല മുക്കാബുല്ല ലൈല ഓ ലൈല അത് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾ അറിയും. അപ്പം അതുപോലെ തന്നെയാണ് നരസിംഹത്തിലെ പിന്നെ വേൽമുരുക വേൽമുരുക ഹരോ ഹര വേലായുധ ഹരോഹര ചൂരം വഴിയുടെ ചെമ്പട കെട്ടിക്കും താളം. ഈ താളം വീഴുമ്പോൾ അത് ഇന്ന് എത്ര ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളടക്കം നമ്മൾ ഇത്തരം പാട്ടുകൾ പാടുമ്പോൾ ചേരുന്നു എന്നുള്ളതാണ്. ശരിക്കും ആർമാദിക്കും പെൺകുട്ടികൾ. അങ്ങനെ നമുക്ക് നമ്മളെ സഹോദരങ്ങളെ നമ്മളെ കുഞ്ഞുമക്കളെ പ്രായമില്ല മക്കൾ ഈ പാട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ട് ചേരുന്നത് കാണുമ്പോൾ നമ്മളിങ്ങനെ ശരിക്കും ഒരു ഗാനമേളക്കാരെന്നല്ല ഏറ്റവും ഒരു അഭിമാനിക്കത്തക്ക നരനില ഞാനിപ്പോൾ വേൽമുരുക പാടിയത്. പിന്നെ നരസിംഹത്തിൽ താങ്കണക്കാന്നുള്ള പാട്ട് ഞാൻ അങ്ങനെ കൂടുതൽ ശ്രദ്ധിച്ചില്ല. താങ്കണക്കാന്നുള്ള പാട്ടിൽ ഇന്നും ജനമനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടില്ല ഉല്ലാസപൂത്തിരികൾ നമ്മൾ പിന്നെ അതുപോലെ മീൻ എന്ന ചിത്രത്തിൽ എന്ന പാട്ട് പറഞ്ഞത് അന്ന് ജനമനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ടുകളിൽ അന്നും ഇന്നും ജീവിക്കുന്ന പാട്ട്. ഉല്ലാസപൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ ഉല്ലാസപൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ. പുതിയ ഹിറ്റ് പാട്ടുകൾ പുതിയ ഇപ്പോൾ വന്ന പാട്ടുകളിൽ ഇപ്പം പാട്ട് പഠിച്ചിട്ടില്ല. ഇപ്പം മാർക്കോസ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പാടിയ പ്രേമലുവിൽ ചായക്കോപ്പയിൽ എന്നുള്ള പാട്ട് അത് ഞാൻ ശരിക്കും ആ പാട്ട് നോക്കിയില്ല, പാട്ട് പഠിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡായി നിൽക്കുന്ന പാട്ടുകളിൽ ഒന്നാണ് ഇത്. അതിന് തൊട്ട് മുമ്പേ നിൽക്കുന്നത് എന്താ പറയുക രഞ്ജിതമേ അതുപോലെ റാറാറാക്കുമ്പോൾ തുടങ്ങിയ തമിഴ് പാട്ട്. ആ പാട്ട് ഞാൻ ശരിക്കും നോക്കില്ല. തമിഴ് പാട്ടുകാരും ഹിന്ദി പാട്ടുകാരും പാടുന്നൊരു പാട്ടല്ലേ. അപ്പോൾ സാധനം മലയാളം പാട്ടുകൾ ഇപ്പോൾ ഫാസ്റ്റ് നമ്പർ സാധാരണ നാടൻ പാട്ടും ഇതെല്ലാം ക്ലബ് ചെയ്ത് പോകുന്നുണ്ട്. നാടൻ പാട്ടും കൂടി ഇതിൽ വരുന്നുണ്ട്. കരിങ്കാളിയല്ലേ ആ പാട്ടെല്ലാം പാടുമ്പോഴാണ് ഇപ്പോൾ ശരിക്കൊരു ജനങ്ങൾ ഇളകുന്ന രീതിയിലൊരു ഇതുള്ളത്.